Studio. ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണോ? നമുക്ക് ഇന്നൊരു ഉള്ളിത്തീയൽ ഉണ്ടാക്കാമേ. ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുഞ്ഞുള്ളി വേണം. ഒരു 10-16 കുഞ്ഞുള്ളി വേണം. ഇവിടെ കിട്ടുന്ന എനിക്ക് വലിയ ഉള്ളിയാണ്. അപ്പം അത് ഞാൻ വലിയ ഉള്ളി, കുഞ്ഞുള്ളീൻ്റെ വലിയ സൈസ്. അപ്പോൾ അത് ഞാനൊരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ അത് വറുത്ത് കോരിയെടുക്കാം. വറുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈവനായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിക്കൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈവനായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇതേ മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് വീണ്ടും കരിയും. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഞാനൊരു ചെറിയൊരു കുഞ്ഞി ബൗളിനൊരു കപ്പാണ് എടുത്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമുറി തേങ്ങ എടുത്ത് നന്നായിട്ട് അതും കൂടെ നമുക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങ വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വഴറ്റുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന് നന്നായിട്ട് വഴന്നോളും. അപ്പം തേങ്ങ ഇളക്കുമ്പം ശ്രദ്ധിക്കുക, ഈവനായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോയാൽ തേങ്ങയും കഴിക്കും. അപ്പം ഇതേ ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെരിഞ്ജീരകം, ഒരു 5-10 പെരിഞ്ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ സിമ്മിലേക്ക് തീയിട്ടതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അത് മേക്ക് ഷുവർ ചെയ്യുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി അരപ്പ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ അരപ്പ് കരിഞ്ഞു പോവും, കളർ വ്യത്യാസം പെട്ടെന്ന് വരും. പിന്നെ നമ്മൾ വറുത്ത് വെച്ച നമ്മളുടെ ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പൊടിച്ച് നല്ല മുരാന്നുള്ള രീതിയിലിരിക്കുന്ന സമയത്ത് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി വെക്കാം. പിന്നെ ആ അരപ്പ് നമുക്ക് ഒരു പാനിലേക്ക് കടുക് വറുത്തതിന് ശേഷം ആ അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉള്ളി വറുത്തതില്ലേ, കുഞ്ഞുള്ളി വറുത്ത് നമുക്ക് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ട ഒരു സാധനമാണ് നമുക്ക് കുറച്ച് വാളംപുളി. അപ്പോൾ ഈ വാളംപുളി ഒരു കുഞ്ഞു നെല്ലിക്കയുടെ വലുപ്പത്തിലൊരു വാളംപുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു ഇത്രയും നേരമായിട്ട്, നമുക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാൻ ശ്രമിക്കുക, കരിഞ്ഞു പോകാതിരിക്കുക. ഇപ്പോൾ വെള്ളം ഇല്ലാന്ന് തോന്നുവാണെങ്കിൽ, ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളി നന്നായിട്ട് തിരുമ്മി വെച്ചതിൻ്റെ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പം ഇനി അതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയൊന്ന് തെളിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. എണ്ണ ഇത് തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും പുളിയും ഒക്കെ ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഒക്കെ പാകമാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉള്ളിത്തീയലിൻ്റെ കൺസിസ്റ്റൻസി. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലാണെന്ന് തോന്നും. ഇതാണ് അതിൻ്റെ പരുവം. ആക്ച്വലി ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. അപ്പം നമുക്ക് സദ്യക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുവരെ ബൈ.